മർക്കസിലുള്ള റസൂലിന്റെ മുടി കുറച്ച് വലുതായി എന്നാണ് പറഞ്ഞത്. എത്രയോ സെന്റിമീറ്റർ. അപ്പൊ 1400 വർഷമായി റസൂൽ മരണപ്പെട്ടിട്ട്. അപ്പൊ എത്ര ആ മുടി എത്ര വലുതായിട്ടുണ്ടായിരിക്കും? എത്ര വലുതായിട്ടുണ്ടാവും? അനക്ക് എത്ര വയസ്സായി? ഒരു 30 വയസ്സ് കൂട്ട. ഓരോ വർഷവും ഇത് വളർന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. ഒരു 1/2 സെന്റിമീറ്റർ നമുക്ക് കണക്കാക്കാം. ഒരു വർഷം ഒരു 1/2 സെന്റിമീറ്റർ ഈ വളർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇത് എത്ര ഉയരണ്ടാവും? ദജ്ജാലിനെ കടത്തിയോട്ടിണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹർ മുബാറക്കിന് അള്ളാഹു നൽകിയ ഒരു ആദരവാണ്. അന്റെ നിന്റെയൊക്കെ മുടിയും റസൂലുള്ളാഹിന്റെ മുടിയും ഒരുപോലെ ആവാൻ പാടുണ്ടോ? പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹർ മുബാറക്കിന് ബഹുമാനമുണ്ട്. നമ്മളെ മുടി പോലെ അല്ല റസൂലുള്ളാഹിന്റെ മുടി. അതുകൊണ്ട് അള്ളാഹു അതിന് നൽകിയ ഒരു ആദരവിന്റെ ഭാഗമാണ് ആ മുടി വളരുകയും അതിന് ഇതള് വെക്കുകയും. അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അത് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഞാനറിയില്ല, എനിക്കറിയില്ല, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ ഭാര്യനോട് പറഞ്ഞാൽ മതി, ദീന് പറയാൻ പറ്റൂല. ഉസ്താദെ, നിങ്ങളോട് ബഹുമാനമുണ്ട്, പക്ഷെ ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ലേനും വിശ്വാസികള് ഭയപ്പെടരുത്, ജാഗ്രത. ഇജ്ജ് വിശ്വസിക്കേണ്ട, എന്റെ വിശ്വാസപ്പെടാൻ ആവശ്യമില്ല. ഇത് ഈമാനുള്ള ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ള കിതാബ് അറിയുന്ന ആലിമീങ്ങളും പഠിപ്പിച്ച ആശയമാണ്. ഇതിന് യാതൊരു കുഴപ്പവുമില്ല. ഇജ്ജ് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആകാശം പൊളിഞ്ഞാടൊന്നുമില്ല. അനക്ക് പോയി എന്നല്ലാതെ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾ ഉസ്താദിന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു, അതിനെ ആദരിക്കുന്നു, ഉസ്താദ് പറഞ്ഞതനുസരിച്ച് വിശ്വസിക്കുന്നു. നട്ടാൽ മുളക്ക നുണയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യണത്. ഇതുപോലുള്ള ഒരു മുടിയോ അതല്ലെങ്കിൽ ഒരു നോമുനീര് കലക്കിയ വെള്ളമോ ഞാൻ കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അല്ല, ഇജ്ജ് കണ്ടിട്ടില്ല, അതുകൊണ്ട് നട്ടാൽ മുളക്കാത്ത നുണയാവോ? ഇജ്ജ് ആരാ? ഇജ്ജ് സൗദിന്റെ മൊത്തം അംബാസഡറോ? സൗദി മൊത്തം കണ്ട് പിന്നെ സൗദി മൊത്തം പരിശോധിച്ച് എന്നിട്ട് പിന്നെ സൗദിയിൽ എവിടെയും ഷെയർ മുബാറക്കില്ല എന്ന് ഉറപ്പിച്ച് അങ്ങനെ സർട്ടിഫൈ ചെയ്യാൻ ഇജ്ജ് ആരാ? അവിടുത്തെ ഇജ്ജ് സൗദിന്റെ ആരാ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയർ മുബാറക്ക് സൗദിയിൽ പ്രത്യക്ഷമായ രൂപത്തിൽ ഇല്ല എന്ന് വെക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയർ മുബാറക്ക് ലോകത്ത് എവിടെയും ഇല്ല എന്ന് വരുമോ? നമ്മുടെ കാശ്മീരിൽ, ഇന്ത്യ രാജ്യത്ത് കാശ്മീരിൽ ഹസരത്ത് ബാൽ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളി തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയർ മുബാറക്ക് സൂക്ഷിക്കപ്പെടുന്ന പള്ളി ആയതുകൊണ്ടാണ് ഹസരത്ത് ബാൽ മസ്ജിദ് എന്ന ആ പള്ളിക്ക് തന്നെ പേര്. അപ്പോൾ ഒരാൾ പറയാം, സൗദി അറേബ്യയിലോടൊന്നും റസൂലുള്ളാഹിന്റെ മുടിയില്ല, അതുകൊണ്ട് തന്നെ ഈ കാശ്മീരിലുള്ള പള്ളി അത് വ്യാജ പള്ളിയാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഓനെ കുതിരവട്ടത്ത് കൊണ്ടുപോകണം എന്നല്ലാതെ അതിന് വേറെ ചികിത്സ അല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇജ്ജ് കണ്ടിട്ടില്ല, അല്ലെ ഞാനറിയില്ല, ഞാനിത് കേട്ടിട്ടില്ല, അതുകൊണ്ടൊന്നും ഇസ്ലാം ഇല്ലാതാകൂല. അത് അവിടെ ആ ധാരണ അവിടെ പോക്കറ്റിൽ വെച്ചാൽ മതി. സ്വദേശികളൊന്നും ഇതിനായിട്ട് പറഞ്ഞിട്ടില്ല. റബീഉൽ അവ്വലാണ് വിശ്വാസികൾ ഏറെ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസത്തിൽ തന്നെ ഇതൊരു സീസൺ ട്രെൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് എനിക്ക് കരുതാൻ പറ്റുള്ളൂ. അൺബിലീവബിൾ. ഉസ്താദിന് ഒരു മാർക്കറ്റിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഉസ്താദിന്റെ ബഹുമാനവും ബഹുമതിയും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അംഗീകാരമോ കിട്ടിയിട്ടല്ല. മനസ്സിലായി? അവസാന നാളുകളിൽ പല ആളുകളും പല കോലത്തിൽ വരുന്നുള്ളതാണ്. അതായത് ഈ വെള്ളം ഞാൻ ഇത് കുടിച്ചിട്ടില്ല, കുടിക്കാൻ പോണില്ല, കുടിച്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അവസാന നാളിൽ നിന്നെ പോലത്തെ വിവരം കെട്ട കുറെ ആളുകൾ പ്രത്യക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്നെയാണ്. വിവരമില്ലായ്മ വർദ്ധിക്കും. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇജ്ജ്. മനസ്സിലായില്ലേ? അല്ല, എനക്ക് ഏതായാലും അതിൽ വിശ്വാസമില്ല. പിന്നെ ഇജ്ജ് എന്തിനാ കുടിച്ച ആളുകളുടെ കമന്റിൽ വിവരം അറിയിക്കേണ്ട ആവശ്യം? അത് ആദരിക്കുന്നതും വിശ്വാസമുള്ള ആളുകൾ കുടിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അതിന് വെറുതെ അസൂയ കാട്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് കപടവിശ്വാസിയുടെ അടയാളം കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈമാനുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് പോകാം.